ജീവിതത്തിലെ ഒരു സുപ്രധാന ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് അരുൺ. തന്റെ അടുത്ത ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി തീരുമാനിക്കാൻ വനത്തിൽ വസിക്കുന്ന ഒരു സിദ്ധനോട് അഭിപ്രായം ചോദിച്ചു. ആ സിദ്ധനാകട്ടെ തന്റെ കുലദേവത ആരാണെന്ന് കണ്ടുപിടിച്ച് ആ ദേവതയെ എല്ലാ ദിവസവും ധ്യാനിക്കാനും പൂജിക്കാനും ഉപദേശം നൽകി. അപ്രകാരം അരുൺ അന്ന് രാത്രി തന്നെ തന്റെ കുലദേവതയുടെ ക്ഷേത്രത്തിൽ എത്തി പൂജകളും ധ്യാനങ്ങളും ആരംഭിച്ചു. തന്റെ സാധനയുടെ ഫലത്തിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അരുൺ ഭൗതികമായും ആത്മീയമായും ഒരുപാട് ഉയർച്ചകൾ കീഴടക്കി. ഇതാണ് കുലദേവതകളുടെ ശക്തി. മറ്റു ദേവതകൾ നിങ്ങളെ കേൾക്കുന്നതിന് എത്രയോ മുൻപ് നിങ്ങളെ തൊടാൻ പറ്റാത്ത ഉയരത്തിലെത്തിക്കാൻ കുലദേവതകൾക്ക് മാത്രമേ സാധിക്കൂ. നമ്മൾ എല്ലാവർക്കും ഒരു ഫിസിക്കൽ പേരൻ്റ് ഉണ്ട്, നമ്മൾക്ക് ജന്മം തന്ന മാതാപിതാക്കൾ. അതുപോലെ നമ്മൾ എല്ലാവർക്കും ഒരു ആത്മീയമായ സ്പിരിച്വൽ പേരൻ്റ് ഉണ്ട്. ആ പേരൻറ്റിനെ ജനറലി ഹിന്ദുയിസത്തിൽ വിളിക്കുന്ന പേരാണ് കുലദേവത. ഇവിടെ കുലം എന്ന വാക്കിനർത്ഥം ഈസ് എ ക്ലാൻ ഓർ എ ഫാമിലി. ക്ലാൻ എന്ന് പറഞ്ഞൊരു കഥാരൂപത്തിൽ പറഞ്ഞുതരാം. റൈറ്റ് നൗ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബം ആരാണ്, നിങ്ങളുടെ ഫാമിലീസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് നൗ നിങ്ങൾ കണക്ഷനിലുള്ള റിലേറ്റീവ്സിനെ പറയും. ഓഫ് കോഴ്സ് നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ദെൻ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അങ്ങനെ ഇപ്പോൾ ജീവനോടെയുള്ള നിങ്ങളുടെ ബ്ലഡ് ലൈനുമായിട്ട് ഡീപ്ലി കണക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ, ഒരു ഗ്രൂപ്പിനെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഫാമിലി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കുലം. ഈ കുലത്തെ നിയന്ത്രിക്കുന്ന, ഇതിനെ സംരക്ഷിക്കുന്ന, ഇതിനെ മുന്നോട്ട് ഇതിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമായ ദേവതയാരോ അതാണ് കുലദേവത. ഈ കുലദേവത എങ്ങനെയാണ് ഒറിജിനിലേക്ക് വന്നത്, എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കാൻ ആരംഭിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടദേവതയെക്കാളും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മറ്റേ ഏത് ദേവതയെക്കാളും നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങൾക്ക് എന്ത് വളർച്ച വരണമെങ്കിലും എന്ത് സൗഭാഗ്യങ്ങൾ വരണമെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരൊറ്റ ദേവതയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലർക്കും ആരാണ് അവരുടെ കുലദേവത, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നൊന്നും അറിയില്ല. ഇതെന്താണെന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുലദേവതകളുടെ ശക്തിയെക്കുറിച്ച് അറിയുന്നതിന് മുൻപായിട്ട് ഇവരുടെ ഒറിജിൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുലദേവത മസ്റ്റായിട്ടും ഉണ്ട്. ആ കുലദേവതയുടെ കഥ ഡിഫറെൻ്റ് ആയിരിക്കും. പുരാണത്തിൽ കാണുന്ന പോലെ ഒരു കഥ എല്ലാ ദൈവത്തിനും എന്നല്ല, ഓരോ കുലദേവതയ്ക്കും ഓരോ കുടുംബത്തിനും ഓരോ കഥയാണ്. ജനറലി സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഒരു ഫാമിലി 2026, ഇതിനെ പിന്നിലോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, ഫോർ ഫാദേഴ്സ്, ആൻസസ്റ്റേഴ്സ് എന്ന് ഒരുപാട് ബാക്കിലോട്ട് പോവുക. 19, 18, 17, 16 എന്ന് പറഞ്ഞ് നല്ല ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതോ ഒരു പോയിന്റിൽ നിങ്ങളുടെ ചോരയിൽ, ബ്ലഡ് ലൈനിൽ പെടുന്ന ഒരു ആൻസസ്റ്റർ, ഒരു പൂർവികർ, ഒരു ദേവതയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോസ്പെറിറ്റിയും ആരോഗ്യവും സമ്പത്തും രക്ഷയും എല്ലാം നീ പകർന്ന് നൽകണമേ എന്ന് പറഞ്ഞ് സ്വന്തം കുടുംബത്തെ, സ്വന്തം ബ്ലഡ് ലൈനെ ഒരു ദേവതയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. മേ ബി പ്രൈമറി ഡൈറ്റീസ് ആയിരിക്കാം, ഇപ്പം നമ്മൾ കാണാൻ ദേവി ആയിരിക്കാം, വിഷ്ണു ആയിരിക്കാം, ശിവനായിരിക്കാം, അവരുടെ പല പല രൂപങ്ങളുണ്ടല്ലോ, പല അവതാരങ്ങളുണ്ട്, അതിൽ ആര് വേണമെങ്കിലും ആയിരിക്കാം. ഇനി പ്രൈമറിയിൽ പെടാത്ത മറ്റേതെങ്കിലും ദേവതയായിരിക്കാം, ഗ്രാമദേവതാസ് ആയിരിക്കാം, വീടോണ്ണോ, പല ടൈപ്പ് ഉണ്ട്. അതിലൊരു കുലദേവതയോട് അങ്ങനെ സമർപ്പിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ്. അപ്പോൾ തിരിച്ച് ദേവത ഒരു കണ്ടീഷൻ വയ്ക്കും, ഈ കുലം അവസാനിക്കുന്നത് വരെ, അതായത് ഈ ബ്ലഡ് ലൈനിൽ പെടുന്ന എല്ലാവരും അവസാനിക്കുന്നത് വരെ എന്നെ തന്നെ ഫസ്റ്റ് പൂജിക്കണം. വേറെ നീ ആര് വേണമെങ്കിൽ പൂജിച്ചോ, പ്രീതിപ്പെടുത്തിക്കോ, തപസ് ചെയ്തോ, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ ആദ്യം ഫസ്റ്റ് പ്രൈമറി നിൻ്റെ ദൈവം എന്ന് പറയുന്നത് ഞാനായിരിക്കണം. ഈ ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കും. ഓക്കെ, അതിനവർ സമ്മതിക്കുകയും ചെയ്യും. ഇതാണ് കുലദേവത. സാത്വികം തന്നെ ഞാൻ പറയുന്നത്, വേറൊന്നും അല്ല. അല്ലാത്ത കുലദേവതകളും ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ സാത്വികമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അങ്ങോട്ട് ഇൻഡയറക്റ്റ്ലി വെച്ചിട്ടുണ്ടാവും. അത് ആ പ്രോമിസ് എത്ര കാലം ഒരു കുടുംബം പാലിച്ചു വരുന്നോ അത്ര കാലം അവർക്ക് സമ്പത്തും ആരോഗ്യവും എല്ലാ ഗുണങ്ങളും സംരക്ഷണവും അവരുടെ കുട്ടികൾക്ക് നന്മയും പഠിപ്പും എല്ലാം നൽകും. എന്ത് വേണമെങ്കിലും നൽകാൻ കുലദേവതകൾക്ക് ശക്തിയുണ്ട്. കാരണം ആ ഒരു ദേവത ആ ഒരു കുലത്തിന് മാത്രമേ റെസ്പോൺസിബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തികൾ മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും. ആ കുടുംബമാണെങ്കിലോ അവരുടെ പ്രൈമറി വർഷിപ്പ് എപ്പോഴും ആ ഒരു ദേവതയോട് മാത്രമേ കൊടുക്കുള്ളൂ. സോ ദർ ഇസ് എ ഡീപ്പ് ഇമോഷണൽ ബോണ്ടിങ്. ഇങ്ങനെയാണ് കുലദേവതകളുടെ എക്സാക്ട് ഒറിജിൻസ്.
നിങ്ങളുടെ കുലദേവതയെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട ചില ബ്ലെസ്സിങ്സ് ഉണ്ട്. നമുക്കതിനെ സിദ്ധികൾ, വരങ്ങൾ തന്നെ പറയാൻ സാധിക്കും. കാരണം മറ്റേത് ദേവതയ്ക്കും ഇത്ര വേഗത്തിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് തരാൻ സാധിക്കില്ല. കുലദേവതകൾക്ക് മാത്രം തരാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട ബ്ലെസ്സിങ്സ്. ഒന്ന് എക്സെപ്ഷണൽ ഹെൽത്ത് ആണ്, ആരോഗ്യം. ഇത് പലരും അങ്ങ് കണക്കാക്കാത്തൊരു വിഷയമാണ്. ബിക്കോസ് കുലദേവത, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളുടെ ബ്ലഡ് ലൈനുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ ചോരയായിട്ട്, നിങ്ങളുടെ ജനറ്റിക്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഓട്ടോമാറ്റിക്കലി ആ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ശരീരഘടന, അതിൻ്റെ വർക്കിംഗ്, അതിന് വരാവുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാത്തിനെ കുറിച്ചും പൂർണ്ണമായിട്ടും അറിയുന്നത് കുലദേവതകൾക്കാണ്. അവർക്കറിയാം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ശരീരഘടന എങ്ങനെ, എന്തെല്ലാം ആരോഗ്യങ്ങളുണ്ടാവും, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും, എങ്ങനെയൊക്കെ അത് ശരിയാക്കാൻ പറ്റും, എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നത് ഒരു പേഴ്സണൽ ഡോക്ടർ, ഒരു പേഴ്സണൽ വൈദ്യനെ പോലെയായിരിക്കും കുലദേവതകൾ. ബാക്കിയുള്ള നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞ് പോയാലും റിലീഫ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആദ്യം കുലദേവതകളുടെ അടുത്ത് പോകാന്നുള്ളതാണ്. അവർ ചോരയായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നിങ്ങളുടെ ചോരയെക്കുറിച്ച് നന്നായിട്ട് അറിയും. എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ സെൽസ്, ഇൻ യുവർ ബ്ലഡ്, ഇൻ യുവർ DNA, ഇൻ യുവർ ബോൺസ്, എവറിത്തിങ്. ആൻഡ് ആരെല്ലാം ഇവരെ പ്രീതിപ്പെടുത്തുന്നുവോ, കുടുംബത്തിൽ ഒരാൾ ചെയ്താൽ പോലും അവർക്ക് എക്സെപ്ഷണൽ ഹെൽത്ത് ആയിരിക്കും. ഞാൻ ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ആരോഗ്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എക്സെപ്ഷണൽ ഹെൽത്ത്, അപാരമായ ആരോഗ്യം. ശാരീരികമായും മാനസികമായും വൈകാരികമായും അവർ നല്ല ഹൈ പൊസിഷനിലായിരിക്കും. നമ്മളിപ്പോൾ സിനിമയിലും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പല വലിയ വലിയ തറവാടുകളുണ്ട്. അവർ സാധാരണ മനുഷ്യരെക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്റിലൂടെയും, പല ഭക്ഷണങ്ങൾ പോലും അതിൻ്റെ ഹാബിറ്റും ഡിഫറെൻ്റ് ആണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, റൊട്ടീൻസ് ഡിഫറെൻ്റ് ആണ്. കാരണം അവർക്ക് ഇതെല്ലാം ഉപദേശിച്ച് കൊടുത്തിരിക്കുന്ന അവരുടെ കുലദേവതകളാണ്. അല്ലെങ്കിൽ അവരുടെ പരമ്പരയായിട്ട് അവരുടെ മുതിർന്നവർ, അവരുടെ പണ്ട് മുതലുള്ള ഫോർഫാദേഴ്സ് ഇവർക്ക് ഉപദേശിച്ച കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഇങ്ങനെ കഴിക്കാവൂ, ഇങ്ങനെ ഉറങ്ങി എണീക്കണം, രാവിലെ ഇന്ന പ്രോസസ്സ് ചെയ്യണം, ഇന്ന ചാൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം അവരുടെ കുലദേവത അവർക്ക് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. അത് പാലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരവും മനസ്സും ഇമോഷൻസ് എല്ലാം കുലദേവതകളെ ഏറ്റെടുക്കും. പിന്നെ അതൊരു ദൈവത്തിൻ്റെ ശരീരം പോലെയാണ് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ശരീരം. ആരെല്ലാം ആ പ്രോസസ്സ് കറക്റ്റായി ചെയ്യുന്നോ അവരുടെ ഉള്ളിലെല്ലാം ആ കുലദേവതയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അതാണ് എക്സെപ്ഷണൽ ഹെൽത്ത് എന്ന് പറയാനുള്ള റീസൺ. ഈ സിദ്ധി അല്ലെങ്കിൽ ഈ ഒരു ബ്ലെസ്സിങ് കിട്ടാനുള്ള പ്രധാന റീസൺ കുലദേവതയും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ ചോരയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ദിസ് ഈസ് ദ ബ്ലഡ് കണക്ഷൻ. രണ്ടാമത്തേതാണ് സാത്വിക് വെൽത്ത്. എന്താണ് ഞാനിവിടെ സാത്വിക് വെൽത്ത് എന്ന് പറയാനുള്ള റീസൺ? എന്തുകൊണ്ട് വെൽത്ത് എന്ന് പറഞ്ഞില്ല? നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും പണം സമ്പാദിക്കാം, അല്ലേ? നമ്മളുടെ മനസ്സിൽ വിചാരിക്കും ഞാൻ നല്ല രീതിയിലൂടെയാണ് പണം സമ്പാദിക്കുന്നത് എന്നൊരു ധാരണ മൈൻഡിലുണ്ടാവും. പക്ഷെ അതിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾക്കറിയാണ്ടുണ്ടാവും. പല കാർമിക് റിയാക്ഷൻസ് ഉണ്ടാവും, പല കാർമിക് ബ്ലോക്കേജസ് ഉണ്ടാവും, പല കാർമിക് റെസിഡ്യൂസ് ഉണ്ടാവും. നിങ്ങൾ ആ പ്രവർത്തനത്തിലൂടെ സമ്പാദിക്കുന്ന ഓരോ രൂപയിലും ആ കർമ്മത്തിൻ്റെ റെസിഡ്യൂ ഉണ്ടാവും. നിങ്ങൾ ഓരോ രൂപ സ്വീകരിക്കും തോറും ആ കർമ്മം നിങ്ങളിലേക്കും വരും. അതുകൊണ്ടാണ് ഈ ജോലികളിൽ പോലും സാത്വിക്കുണ്ട്, രജസിക്കുണ്ട്, തമസിക്കുണ്ട്. ഓക്കെ, പലർക്കും ഈ കാറ്റഗറിയും അറിയില്ല. അതിൽ സാത്വിക്കായിട്ടുള്ള രീതിയിൽ അപാരമായ, നമ്മൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത വെൽത്ത് തരാനുള്ള ശക്തി കുലദേവതകൾക്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും വെൽത്ത് കിട്ടും. ഇപ്പോൾ രജോ ഗുണത്തിലൂടെയോ തമോ ഗുണത്തിലൂടെ വെൽത്ത് കിട്ടാൻ ഒന്ന് പരിശ്രമിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റ് ചില ദേവതകളുടെ സഹായം തേടിയാലും ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ, സേഫ് ആയിട്ടുള്ള രീതിയിൽ. പക്ഷെ പ്യുവർ സാത്വികമായിട്ട് യാതൊരു കർമ്മബന്ധനങ്ങളും ഇല്ലാതെ, യാതൊരു കാർമിക് ബ്ലോക്കേജസും ഇല്ലാതെ കറക്റ്റ് റൂട്ടിൽ വലിയ വെൽത്ത് കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ കുലദേവതകൾ വിചാരിക്കണം. എഗെയിൻ, നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും രീതി അവർക്കറിയാം. സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, മുന്നേറ്റങ്ങൾ എല്ലാം അറിയാം. ഗ്രഹനിലകൾ വരെ അറിയാം. അപ്പോൾ അതിനായിട്ട് മാച്ചായിട്ടുള്ള റൂട്ടിൽ നിങ്ങളെ ചലിപ്പിക്കാൻ ഇവർക്കേ സാധിക്കൂ. കുലദേവതകൾ തന്നെ അതിന് വേണം. എഗെയിൻ, ഞാൻ തറവാടുകളുടെ എക്സാമ്പിൾ പറയാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കൂ. പല ഫേമസ് ആയിട്ടുള്ള തറവാടുകളെ എടുത്ത് നോക്കൂ. പുറത്ത് കാണിച്ച് നടക്കുന്ന ആൾക്കാരല്ല, ജെനുവൻ ആയിട്ട് ഒരു സോളിഡ് ഫാമിലി ട്രഡീഷനുള്ള ആൾക്കാരെ എടുത്ത് നോക്കുക. ഈ കുലദേവത വർഷിപ്പ് ഏറ്റവും പ്രൈമറി ആയിട്ട് വെച്ച് നോക്കുന്ന ആൾക്കാരെ നോക്കുക. അവർക്കെല്ലാവർക്കും അപാരമായ സമ്പത്തുണ്ടാവും. അത് സാത്വികായിരിക്കും. നല്ല രീതിയിൽ, നല്ല സ്വഭാവത്തിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല പ്രവർത്തനത്തിലൂടെ സമ്പാദിച്ച വെൽത്താണ്. ഒരിക്കലും അത് തീരൂല്ല. ഇപ്പോൾ ഫോർഫാദേഴ്സ് സമ്പാദിച്ചു, കുട്ടികളത് ആസ്വദിക്കുന്നു, അങ്ങനെയല്ല. അവിടെയുള്ള എല്ലാവരും പരമ്പരയായിട്ട് ആ പ്രവർത്തനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാണ് സാത്വിക് വെൽത്ത്. ഇതിന് ഉത്തരവാദി ആരാണ്? കുലദേവത. അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന കാലം മാത്രമേ ഈ സൈക്കിൾ വർക്കാവുള്ളൂ, ഈ വെൽത്തിൻ്റെ. അവർക്ക് എവിടെയെങ്കിലും അപ്രീതി വന്നു കഴിഞ്ഞാൽ പോയി.
അതുകൊണ്ടാണ് പല കുടുംബങ്ങളും ആദ്യമൊക്കെ അവർക്ക് നല്ല വെൽത്ത് ഉണ്ടായിരുന്നു, പോകെ പോകെ അവരുടെ കുട്ടികളത് ഏറ്റെടുക്കില്ല, അവരത് ചെയ്യില്ല, മെല്ലെ മെല്ലെ സമ്പത്തൊക്കെ കയ്യിൽ നിന്ന് പോവും. നല്ല സമ്പത്തുള്ള കുടുംബം ഒരൊറ്റ ജനറേഷൻ കഴിയുമ്പോഴേക്കും ഒന്നുമില്ലാത്ത ആൾക്കാരായിട്ട് മാറും. നമ്മൾ എത്രയോ പേരെ ഡെയിലി കേരളത്തിലൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? കുലദേവതകളെ മറന്നുപോയി, അവരെ വർഷിപ്പ് ചെയ്യുന്ന രീതികൾ അവർ തെറ്റിച്ചു, അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഈ പറയുന്ന പുതിയ ജനറേഷന് ഇപ്പോൾ എന്താ അതിലൊക്കെ വിശ്വാസം? ഇത് വിശ്വാസത്തിൻ്റെ കാര്യമേ അല്ല, ഇതിന് പിന്നിൽ ദർ ഇസ് എ സയൻസ്. ഇതാണ് കുലദേവതയ്ക്ക് പിന്നുള്ള രഹസ്യം. ഇനി മൂന്നാമത്തെ പോയിന്റ് എടുത്ത് പറയുകയാണെങ്കിൽ, ദേ ക്യാൻ ബി യുവർ പേഴ്സണൽ ഗൈഡ്. പേഴ്സണൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആസ് ആൻ ഇൻഡിവിജ്വൽ ഒരു ഗുരു പോലെ നയിക്കാൻ കുലദേവതകൾക്ക് സാധിക്കും. ഇപ്പോൾ കുടുംബത്തിൽ ഒരാൾക്ക് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വെൽത്ത് ഒരുപാട് ഏൺ ചെയ്യണം എന്നുള്ളതാണ്. അവരെ കുലദേവതയ്ക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചിലപ്പോൾ അവരുടെ ചിന്തകളും രീതികളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും. അവരെ നയിക്കാൻ കുലദേവതയ്ക്ക് സാധിക്കും. ഇപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടപ്പിൽ നിന്ന് തുടങ്ങി വലിയ ബിസിനസ്സായിട്ട് വിജയിച്ച് നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി നമ്മൾക്കൊന്ന് ആഴത്തിലേക്ക് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു കുലദേവത വർഷിപ്പ് മസ്റ്റായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപാരമായ സക്സസ് കൊണ്ടുവരാൻ കുലദേവതകൾക്ക് സാധിക്കും. ബാക്കിയുള്ളവർക്കും തരാൻ പറ്റും, പക്ഷെ അതിൻ്റെ റേഞ്ചും അതിൻ്റെ സ്പീഡൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. കുലദേവതകൾക്ക് മാത്രമേ പെട്ടെന്ന് ജനറേഷൻസോളം പരമ്പരയായിട്ട് നിലനിൽക്കുന്ന ഒരു വെൽത്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ, നിങ്ങളുടെ ഒരു ഗുരുവായിട്ട് നിൽക്കാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ആത്മീയതയാണ് ലക്ഷ്യം, ആത്മീയമായിട്ട് സാധന ചെയ്ത് മുന്നേറാനാണ് ലക്ഷ്യം, അവിടെയും കുലദേവതകൾക്കാണ് സാധിക്കുക. നിങ്ങൾക്കൊരു ഗുരുവില്ല, ഫിസിക്കൽ ഗുരുവില്ല, നിങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലൈനിൽ പെടുന്ന ആളല്ല, സാരമില്ല. കുലദേവതയ്ക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയെക്കുറിച്ച് അറിയാം, ബ്ലഡ് ലൈൻ കണക്ഷൻ. നിങ്ങളെയും ലീഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, ഇനി ആ ഉദ്ദേശം തെറ്റാണെങ്കിൽ പോലും അതിനെ വടിയെടുത്ത് വേണമെങ്കിൽ നിങ്ങളെ തിരുത്തി നല്ല വഴിക്ക് കൊണ്ടുവരാൻ പോലും കുലദേവതകൾക്ക് സാധിക്കും. സോ ദീസ് ആർ ദ 3 സിദ്ധീസ്. ആൻഡ് ഇതൊന്നും മറ്റ് ദേവതകൾക്ക് അത്ര വേഗത്തിൽ തരാൻ സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പാർഷ്യാലിറ്റി പോലെ തോന്നും, പക്ഷേ അനുഭവിച്ചവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. വേഗത്തിൻ്റെ കാര്യത്തിലും സക്സസിൻ്റെയും വളർച്ചയുടെയും നന്മയുടെ കാര്യത്തിലും ഏറ്റവും വലുതായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ കഴിവുള്ളത് കുലദേവതകൾക്ക് മാത്രമാണ്. മറ്റ് ഡയറ്റീസ് നിങ്ങൾക്ക് എത്ര ഇഷ്ടദേവതയാണെന്ന് പറഞ്ഞാലും അവർ രണ്ടാമത്തെ ലൈനിലേ വരുള്ളൂ. അടുത്തതായി കുലദേവതയോട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും? ഓൾറെഡി കുലദേവത ആരാണെന്ന് അറിയുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ആ കുലദേവതയുള്ള സ്ഥലത്തേക്ക് പോവുക. വർഷത്തിലൊരിക്കൽ എന്ന ഫോർമാറ്റിനേക്കാളും ഏറ്റവും നല്ലത് കഴിയുന്നതും കണ്ടിന്യൂസ് ആയിട്ട് പോവുക. നിങ്ങളുടെ അടുത്ത് തന്നെയാണെങ്കിൽ ഡെയിലി പോകാൻ നോക്കുക, അല്ലെങ്കിൽ വീക്കിലി വൺസ് ഓർ ട്വൈസ് എങ്കിലും പോകാൻ നോക്കുക. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്താണെന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ സാധന ഉണ്ടെങ്കിൽ, ധ്യാനം, ജപം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ആ ദേവതയുടെ മുന്നിൽ വെച്ച് ചെയ്യുക, ആ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്യുക. വളരെയധികം ഗുണം ചെയ്യും. ഇതാണ് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. ദെൻ പോകെ നിങ്ങൾ അത്യാവശ്യം ഒരു സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ അമ്പലത്തെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, അവിടുത്തെ പൂജകളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക, കുറച്ചും കൂടെ നല്ല രീതിക്കൊന്ന് ഒരു അടുത്ത പടിക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ പറ്റണം കേട്ടോ. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു, നിങ്ങളുടെ അടുത്ത കുടുംബം അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ വന്ന് അവർക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആപത്താണ് ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ചെയ്യണ്ട. ജനറേഷൻസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള മിടുക്ക് ആ ഫാമിലിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. നല്ലൊരു കൺസൾട്ടിങ് ഒക്കെ ചെയ്ത ശേഷം നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അതാണ് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കാവുന്ന കാര്യം. ഓൾറെഡി നിങ്ങൾക്ക് കുലദേവത അറിയാമല്ലോ, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കണക്ട് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ സ്വന്തം അച്ഛനെ അമ്മയും പോലെ കുലദേവതയെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ സംരക്ഷിക്കുക, അവരെ പ്രാർത്ഥിക്കുക, കൂടെ നിൽക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി അറിയാത്തവർ, ഞാനത് ആദ്യം പറഞ്ഞു, പലർക്കും അറിയില്ല. അവർ കണ്ടുപിടിക്കാൻ നോക്കുക. പൂജകളൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിതായിരുന്നു ചോദ്യം, കുലദേവത. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം തന്നെ ഇവിടെ ജസ്റ്റ് 2-3 ലൈനിൽ പറയാണ്. ഒരാൾക്കും വളരെ റയർ സമയത്തെ ഒരു നല്ലൊരു ആസ്ട്രോളജർക്ക് നിങ്ങളുടെ കുലദേവത ആരാണെന്ന് അത്രയും അക്യുറേറ്റ് ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഊഹമോ ഏകദേശ രൂപമോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, അക്യുറേറ്റ്ലി നിങ്ങളുടെ കുലദേവത ആരാണ്, എവിടെയാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എന്ത് വർഷിപ്പാണ് ചെയ്യേണ്ടെന്ന് അവർക്ക് പറയാൻ സാധിക്കും. ഇറ്റ്സ് വെരി റെയർ. അല്ലാത്ത സമയത്ത് ഒരാൾക്കും നിങ്ങളുടെ കുലദേവത ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ചില വഴികളുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, അതൊരു ആസ്ട്രോളജറെ കണ്ടാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. കാരണം നിങ്ങളുടെ ബ്ലഡ് ലൈനാണ്, നിങ്ങളുടെ ചോരയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കുടുംബത്തിൽ ഒരു അംഗം മിസ്സായി, കാണാനില്ല, നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം, കണ്ടുപിടിച്ച് കൊണ്ടുവരണം. നിങ്ങൾ എവിടെ പോകും?
പോലീസിൽ പരാതി കൊടുത്തോളൂ, നോട്ടീസ് അടിച്ചോളൂ, എന്നാലും അവരെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നത് ആരാ? നിങ്ങൾക്ക് മാത്രമാണ്. അവരെ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്തെത്തും. സപ്പോസ് ഒരു കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ ഉണ്ട് എന്ന് വിചാരിക്കുക, നിങ്ങളുടെ വോയിസ് ലോകം മുഴുവൻ എത്തുമെന്ന് വിചാരിക്കുക. പോലീസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരുടെ ശബ്ദത്തിൽ വിളിച്ചാലാണോ അവർ വരിക? നിങ്ങളുടെ ശബ്ദത്തിൽ വിളിച്ചാൽ അവർ പെട്ടെന്ന് വരിക. അപ്പം നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. നിങ്ങൾ കുലദേവത അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരെ വിളിക്കേണ്ടത്. അവർ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ എത്തണമേ, വഴി കാണിക്കണമേ, സൂചന നൽകണമേ എന്ന് ചോദിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ബാക്കിയുള്ളവർക്ക് മേ ബി കുറച്ച് ഞാൻ പറഞ്ഞ പോലെ സയൻസ് കാണിക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ ജേണി എടുക്കണം നിങ്ങൾ തന്നെയാണ്. സോ മറ്റേത് ദേവതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും ആദ്യം കൊടുക്കേണ്ടത് കുലദേവതയ്ക്കാണ്. പലരും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. അറിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ പൂജാക്രമങ്ങൾ, സാധനാക്രമങ്ങളെല്ലാം കുലദേവതയെ കണക്ട് ചെയ്ത് അവരെ സർക്കിൾ ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുക. രണ്ടാമത് ഇഷ്ടദേവത വെച്ചോളൂ. പക്ഷെ ഫസ്റ്റ് എപ്പോഴും നിങ്ങൾ എന്ത് പ്രാർത്ഥന, സാധന, ധ്യാനം എന്ത് ചെയ്യുമെങ്കിലും അവരെ ധ്യാനിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുക. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു.